പ്രിയപ്പെട്ടവരെ, ഓണത്തിൻ്റെ സമൃദ്ധമായ സദ്യ കഴിഞ്ഞ് നമുക്ക് മാവേലിയെയും കൂടി ഒന്ന് കണ്ടാലേ ഓണം പൂർത്തീകരിക്കും. അപ്പം നമ്മുടെ നാട്ടിലുള്ള മാവേലി, നമ്മുടെ നാട്ടുകാരനായ ആൾ മാവേലിയായി വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആ മാവേലിയെ ഒന്ന് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് തന്നെയാണ് ഈ വർഷത്തെ പ്രസിഡന്റ് മാറിയിട്ടൊന്നുമില്ല. പ്രസിഡന്റ് മാറിയില്ല, പ്രസിഡന്റിൻ്റെ ഭംഗിയും മാറിയിട്ടില്ല. നമസ്കാരമുണ്ട്. ഗംഭീരായിരിക്കണോ? നോമ്പ് അങ്ങനെ ചെറുപ്പ ഭഗവതിയുടെ മുൻപിലാണ് നിൽക്കുന്നത്. ഇതാരൊക്കെയത്? സന്തോഷമായോ? നോമ്പ് അങ്ങനെ വന്നിരിക്കണു എല്ലാവരെയൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പോ സന്തോഷമായി, നോമ്പിന് മനസ്സ് നിറഞ്ഞതേ കണ്ടോ, പൂക്കളൊക്കെ നൽകി അവര് നമ്മെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോ എവിടെ വീടാ? പാലക്കാട് പോണ്ടോ? ഉഷാറാണോ? എങ്ങനെയുണ്ട്? സുന്ദരനാവോന്ന് തീരുമാനിച്ചൂലേ? ഓണത്തിന്റെ എന്താ പരിപാടി? സന്തോഷാണല്ലേ? ഓണക്കോടിയൊക്കെ വാങ്ങിയോ? എത്ര കൂട്ടം വാങ്ങി? കൊറേ കൂട്ടം വാങ്ങി അല്ലേ? എങ്ങനെയുണ്ട്? ഇവിടത്തെ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? നല്ല സുഖാണോ? ടീച്ചർമാര് വഴക്ക് പറയോ? നല്ല സ്കൂളാണോ? ആട്ടവും പാട്ടുമടക്കം സകലമാന അടവുകളും കയ്യിലുണ്ട്. സാംസ്കാരിക പരിപാടികളിലും ഘോഷയാത്രകളിലും മുന്നിൽ കാണുന്ന ഈ മാവേലി ചില സമയങ്ങളിൽ പ്രാദേശിക ചാനൽ പരിപാടികളിൽ അവതാരകനായും പ്രത്യക്ഷപ്പെടും. കലാകാരനും മാധ്യമപ്രവർത്തകനുമായ ജോബി ജോണാണ് കഴിഞ്ഞ 5 വർഷത്തിലേറെയായി മുടങ്ങാതെ മാവേലി വേഷം കെട്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത്. ആദ്യം കൗതുകത്തിന് വേണ്ടിയാണ് മഹാബലിയായതെങ്കിലും അതിലൂടെ ലഭിച്ച വലിയ സന്തോഷമാണ് തനിക്ക് പ്രചോദനമായതെന്നാണ് ജോബി പറയുന്നത്. ഓണക്കാലം എന്ന് പറയുന്നത് മനസ്സിന് ഏറെ സന്തോഷമുള്ളൊരു സമയമാണ്. 5 വർഷമായി നമ്മൾ മാവേലിയായിട്ട് തൃശ്ശൂർ നഗരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും സഞ്ചരിക്കണം. ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ക്ലബ്ബുകളിലും ചാനൽ പ്രോഗ്രാമുകളിലും മറ്റുള്ള സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കൗതുകത്തിന് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ ഇത് കൗതുകം ഓരോ ഓണക്കാലമാകുമ്പോൾ മനസ്സിന് തന്ന സന്തോഷം ഏറെയാണ്. ജോബിയെ കൂടാതെ തൃശ്ശൂരിന്റെ വിവിധ ഭാഗങ്ങളിലായി മാവേലി വേഷം സ്ഥിരമായി കെട്ടുന്ന നിരവധി കലാകാരന്മാർ വേറെയുമുണ്ട്. ഓണക്കാലത്തെ എല്ലാ പരിപാടികളിലും മാവേലിയെ ആവശ്യമുള്ളതിനാൽ പലർക്കും മഹാരാജാവിന്റെ ഈ വേഷം ഉപജീവനത്തിനുള്ള മാർഗം കൂടിയാണ്. മഹാബലി എങ്ങനെയായിരുന്നു ഈ നാട്ടിൽ എന്നതിന്റെ ഒരു നിമിഷങ്ങളൊക്കെ നമുക്ക് ഈ പ്രജകളിൽ നിന്ന് മനസ്സിലാവും. ഓണത്തിന്റെ ആ ഒരു രസം എന്ന് പറയുന്നത് അത്തം മുതൽ 10 ദിനം നമ്മൾ ഈ ജില്ലയിൽ മുഴുവൻ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സന്തോഷം, അതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു മുതൽക്കൂട്ട്. ജോബി ജോൺ അടക്കമുള്ള തൃശ്ശൂരിലെ മുഴുവൻ മാവേലിമാർക്കും ഓണനാളുകളിലെ 10 ദിവസവും തിരക്കോട്